ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുകയാണ് അടുത്ത ഒരു മണിക്കൂറിൽ വാർത്താമഴ. ഞാൻ എസ് വിജയകുമാർ. ആദ്യം നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് പോകുന്നത്. വയനാടും ചേലക്കരയും നാളെ ബൂത്തിലേക്ക്. കേരളപ്പോര് പവേർഡ് ബൈ KLM Maxima ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുകയാണ് ഉദ്യോഗസ്ഥർ. ആദ്യം പ്രതികരണങ്ങളിൽ. അവർ ഏത് വിധേനയും ഇത് നിലനിർത്തുക എന്നുള്ളതാണ്, വോട്ട് ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതാണ്. കിറ്റ് വിതരണം ചെയ്തില്ലേ, ഈ മദ്യം കർണാടകത്തിൽ നിന്ന് മദ്യലോബിയുടെ സഹായത്തോടു കൂടി മദ്യം ഒഴുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഒരു ബൂത്തിലും ചെലവഴിക്കുകയാണ്. എന്തൊക്കെയാണ് ചെലവഴിക്കുന്നത്? ബിരിയാണി വെച്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ കൊടുത്തു പോവുകയാണ്. അധികാരികളും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ തീർച്ചയായിട്ടും അതിലൊന്നും വീഴാൻ പോകുന്നില്ല. ഈ വയനാട് മണ്ഡലത്തിൽ തന്നെ പല ആളുകളും ഒരു ഭീതിയുടെ നിഴലിലാണ്. വഖഫിന്റെ ഈ നോട്ടീസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അവർക്കൊരു പരിഹാരം വേണമെന്നുള്ള നിലയിൽ ഇന്ന് തലപ്പുഴ ഭാഗത്തുള്ള അങ്ങനെയുള്ള വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അവർക്കൊരു സംരക്ഷണ വലയം ഒരുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസവും സാധാരണ ജനങ്ങൾക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ ഫാക്ടർ അവിടെ വന്നതുകൊണ്ടാണ് അത്തരത്തിൽ കിറ്റുകളായിട്ടും ജനങ്ങളെ മറ്റു പല തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. എന്നെ ഏൽപ്പിച്ച 5 കൊല്ലം അതിൽ സത്യസന്ധമായി പണിയെടുത്തിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത്. ഒരുപാട് വിവാദങ്ങൾ LDFനെ വേട്ടയാടിയിരുന്നു. അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ടോ? പരമാവധി അതിനെല്ലാം മറുപടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഭൂരിപക്ഷം സ്ഥാനാർത്ഥി നിലയ്ക്ക് ഞാൻ ഇരുന്ന് കണക്ക് കൂട്ടലൊന്നും നോക്കിയിട്ടില്ല, എന്നാലും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ എസ് ശ്രീകാന്ത് ചേലക്കരയിൽ നിന്നും സജോ ദേവസ്യ വയനാട്ടിൽ നിന്നും നൽകും. ശ്രീകാന്ത്, പോളിംഗ് ബൂത്തുകളൊക്കെ സജ്ജമായി തുടങ്ങിയല്ലോ ചേലക്കരയിൽ, അല്ലേ? ഉദ്യോഗസ്ഥരൊക്കെ പോളിംഗ് സാമഗ്രികളുമായി പോയി. അവസാനവട്ട വോട്ടുറപ്പിക്കൽ, പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കുക എന്നതാണല്ലോ ഇന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു ആകത്തുക. എന്താണ് വിവരങ്ങൾ ചേലക്കരയിൽ നിന്നുള്ളത്? വിജയകുമാർ, കേരളത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം അതാണ് ചേലക്കര എന്ന് പറയുന്നത്. നാളെ വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഏവരുടെയും ശ്രദ്ധ അത് വരാൻ പോകുന്നത് ചേലക്കരയിലേക്കാണ്. വയനാട് ഒരു സ്റ്റാർ പോരാട്ടം നടക്കുന്നു എന്നുള്ളതിനാൽ തന്നെ സ്വാഭാവികമായും ശ്രദ്ധയിലേക്കുണ്ടാകും. പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് നീങ്ങുന്നത്. പക്ഷേ ചേലക്കരയിൽ അങ്ങനെയല്ല. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി LDFന്റെ കോട്ടയാണ് ചേലക്കര എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ സംസ്ഥാന നേതാക്കളെ ഇറക്കിയും അതോടൊപ്പം താഴെത്തട്ടിലേക്ക് പ്രചാരണം കൊണ്ടുപോയും UDFും NDAയും പരമാവധി ആ കോട്ട വിറപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നും ഈ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും ചേലക്കരയിലെ ഗ്രാമാന്തരങ്ങളിലൂടെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ നേതാക്കളും വോട്ട് തേടി വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട്. വ്യക്തിപരമായ വോട്ട് തേടൽ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നുണ്ട്. പല സങ്കേതങ്ങൾ, പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളുണ്ട്, അവിടേക്ക് കയറുന്നുണ്ട്. 500-ൽ പരം പട്ടികജാതി സങ്കേതങ്ങളുണ്ട് ഈ മേഖലയിൽ, ഈ മണ്ഡലത്തിൽ. അവിടെയൊക്കെ തന്നെ പരമാവധി എത്തി വോട്ടുറപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. LDFനെ സംബന്ധിച്ച് ഈ പട്ടികജാതി സങ്കേതങ്ങൾ അവരുടെ ഉരുക്ക് കോട്ടകളാണ് എന്നവർ വിശ്വസിക്കുന്നു. അവിടേക്ക് ഒരു കാരണവശാലും UDFോ NDAയോ കടന്നു കയറില്ല എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടായിരുന്നു, പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചു. മുഖ്യമന്ത്രി കൂടി ഇറങ്ങിയതോടെ അത് പരിഹരിച്ചു എന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അച്ചടക്കത്തോടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവർ പെരുമാറി എന്നുള്ളതാണ്. KPCC അധ്യക്ഷൻ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്ത സ്ഥലം കൂടിയാണ്. KC വേണുഗോപാലിന് വേണ്ടി ആലപ്പുഴയിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ച കിഷോർ നേരിട്ട് ഇവിടെ എത്തി കുടുംബയോഗങ്ങളിലൂടെയാണ് ബൂത്ത് പ്രവർത്തനമില്ലാത്ത മേഖലകളിൽ കോൺഗ്രസിന്റെ പ്രചാരണം എത്തിക്കുകയുണ്ടായത്. അതിലവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇനി BJPയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വെക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവരികയുണ്ടായി. സൗമ്യൻ ശാന്തശീലൻ എന്ന് പറയുന്ന തിരുവല്ലാമലയിലെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ആ വ്യക്തിയെ, K ബാലകൃഷ്ണനെ ഇവിടെ ഇറക്കാൻ BJPക്കും സാധിച്ചു. തിരുവല്ലാമല, പാഞ്ഞാൾ പോലെയുള്ള പഞ്ചായത്തുകളിൽ
വലിയ മുന്നേറ്റം തങ്ങൾ കാഴ്ചവെക്കും എന്നവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. കാര്യങ്ങളൊക്കെ തന്നെ 100 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഏതാണ്ട് അത്രയും തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇവിടെ ശരി വിന്യസിച്ചിട്ടുണ്ട്. ശ്രീകാന്ത്, എന്തായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു സാഹചര്യം ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അത് നാളെ പോളിംഗിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് അറിയേണ്ടത്. നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സജോ, വയനാട്ടിലെ പോരാട്ടം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുകയാണ്. പരമാവധി വോട്ടുകൾ എന്ന് വെച്ചാൽ മുഴുവൻ വോട്ടർമാരെയും വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പം ഇത്രയും ഒരു സ്റ്റാർ പോരാട്ടം നടക്കുമ്പോൾ പോളിംഗ് ശതമാനവും അതിനനുസരിച്ച് ഉയരേണ്ടതുണ്ട്. അപ്പോൾ അതായിരിക്കുമല്ലോ അവിടുത്തെ മുഖ്യ ലക്ഷ്യം, അല്ലേ? വിജയകുമാർ, ഉറപ്പായും. അതായത് ഒരു 14,71,000-ത്തിലധികം വോട്ടർമാരാണ് ഉള്ളത്. അതിലൊരു 11 ലക്ഷം പേരെങ്കിലും പോളിംഗ് ബൂത്തുകളിൽ എത്തുക എന്നതാണ്. അത് പ്രധാനമായും UDF അങ്ങനെ ഒരു കണക്ക് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്രയും വോട്ടുകളെങ്കിലും പോൾ ചെയ്യപ്പെട്ടാൽ റെക്കോർഡ് ഭൂരിപക്ഷമെന്ന അവകാശവാദമൊക്കെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർ അതിൽ കേന്ദ്രീകരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ലഭ്യമാകും എന്ന അവകാശവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ദേശീയ നേതാക്കളടക്കമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ അതൊരു അഭിമാന പോരാട്ടം ആ കാരണം കൊണ്ടാകുന്നുണ്ട്. അതേസമയം LDF-നെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രതീക്ഷ, നേരത്തെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെ ഒതുക്കാൻ കഴിഞ്ഞ സത്യൻ മൊഗേരിയാണ്. ഇന്ന് സംസാരിക്കുമ്പോഴും കർണാടകയിൽ നിന്ന് പണവും മദ്യവും ഒക്കെ കോൺഗ്രസ് ഒഴുക്കുന്നു എന്ന ആരോപണം LDF മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം BJP വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ക്യാമ്പയിനായി ഉയർത്തുന്നു. അവർക്കും കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ വോട്ടിൽ കാര്യമായ ഒരു വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് തന്നെ അവർ നിലനിർത്തുക, അല്ലെങ്കിൽ കൂടുതൽ മികച്ച ബെസ്റ്റ് പെർഫോമൻസിലേക്ക് വരിക എന്ന ഒരു പ്രസ്റ്റീജ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് ഈ പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിലുണ്ട്. പക്ഷേ പുറത്ത് പര്യടന പരിപാടികൾ ഏതെങ്കിലും നിലയ്ക്ക് നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായ കൂടിക്കാഴ്ചകളൊന്നുമില്ല. അത് തന്നെ ബൂത്ത് പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നൊരു തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ UDF ആ നിലയ്ക്ക് എല്ലായിടങ്ങളിലും പരമാവധി വോട്ടർമാർ ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലും നിലയ്ക്ക് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുമോ, വോട്ടർമാർ വരാതിരിക്കുമോ എന്ന ആശങ്ക, അത് ഭൂരിപക്ഷത്തെ അടക്കം ഏതെങ്കിലും നിലയ്ക്ക് ബാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് അടിത്തട്ടിൽ കാര്യമായ പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ചർച്ചയാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലമായതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാകുന്നുണ്ട്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാകാതിരിക്കുക, ഭൂരിപക്ഷത്തിലെ ചെറിയ വ്യത്യാസം പോലും മാറ്റം പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ ഫലത്തിന് ശേഷം സജീവ ചർച്ച ഉണ്ടാക്കും എന്ന് മുന്നണികൾക്കറിയാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തന രംഗത്ത് അവർ സജീവമായി ഉള്ളത്. വിജയകുമാർ. സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. വയനാട്ടിലെയും ചേലക്കരയിലെയും പൊതു സാഹചര്യം, പരമാവധി വോട്ടർമാരെ നാളെ ബൂത്തുകളിൽ എത്തിക്കുക, അതിനാണ് മുന്നണി നേതൃത്വമൊക്കെ ഇപ്പോൾ ഈ പകൽ ഈ നിശബ്ദ പ്രചാരണ ദിവസം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നാളെ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. വോട്ട് ശതമാനം കൂട്ടുക, അതാണ് വയനാട്ടിലും ചേലക്കരയിലും മുന്നണികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ജോലിയെടുക്കലാണ് ഈ പകൽ നടക്കുന്നത്. ചേലക്കരയിൽ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തിന്റെ അതിർത്തി മേഖലയിൽ നിന്ന് 19.7 ലക്ഷം രൂപ പിടികൂടി. ചെറുതുരുത്തിയിൽ ഇലക്ഷൻ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ കടത്തിയ പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണവുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ പാലക്കാട്ടിൽ കൊണ്ടുവന്ന പണത്തിൻ്റെ ഒരു പങ്ക് ചേലക്കരയിലും കോൺഗ്രസ് എത്തിച്ചിട്ടുണ്ട്. അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. അതിലൂടെ മാത്രമേ ഇത് വ്യക്തമാക്കപ്പെടുകയുള്ളൂ. മാത്രമല്ല, ഈ പിടിച്ച വ്യക്തി CC ജയനുമായി ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ നല്ല ബന്ധമാണുള്ളത്. അതേസമയം പണം കടത്തിയത് ഇടതുമുന്നണിക്ക് വേണ്ടിയെന്ന് PV അൻവർ ആരോപിച്ചു. ഇപ്പോഴാ 25 ലക്ഷം ചെറുതുരുത്തിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആർക്ക് വന്ന പൈസ? ആരാ ചെറുതുരുത്തിയിൽ ക്യാമ്പ് ചെയ്യണത്? വരുമാനമല്ലേ? അവിടെ നിന്നല്ലേ പൈസ മുഴുവൻ ഒഴുകുന്നത്? ആ 25 ലക്ഷത്തിൻ്റെ സോഴ്സ് ആരതാ? ആർക്ക് കൊണ്ടുവന്ന പൈസയാ? ഇടതുമുന്നണി തന്നെ കൊടുക്കുന്ന പണം കൊടുക്കേണ്ടടുത്ത് അവരെത്തി. പണവും മദ്യവും തടയാൻ പറ്റിയില്ലെങ്കിൽ എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ചേലക്കരയിൽ നിന്ന്. അശ്വിൻ, 25 ലക്ഷം രൂപ വിഡ്രോ ചെയ്തതിൻ്റെ റെസിപ്റ്റ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അവരത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു. 19.7 ലക്ഷം രൂപ മാത്രമേ ലിക്വിഡ് ക്യാഷായി ആ ബാഗിൽ ഉണ്ടായിരുന്നു. ബാക്കി പണം എവിടേക്ക് പോയി? ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു? ആരുടെ പണം? അതിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ?
വിജയകുമാർ, അതിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ ഇൻകം ടാക്സിന്റെ കൈവശമാണ് ഈ പിടികൂടിയ പണവും ഒപ്പം പിടികൂടിയ ആളുകളും ഉള്ളത്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ 19.7 ലക്ഷം രൂപ മാത്രമാണ് വാഹനത്തിൽ നിന്ന് കണ്ടെത്താനായത്. എന്തായാലും ഇതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വലിയ തോതിൽ വരികയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പണത്തെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സുരേഷ് ബാബുവിൻ്റെ ആരോപണമാണ് ആദ്യം വരുന്നത്. പണം കോൺഗ്രസിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നുള്ളത് അദ്ദേഹമാണ് ആദ്യം ആരോപിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ അനിൽ അക്കര ചേലക്കരയിൽ കൊണ്ടുവന്നിരിക്കുന്ന പണം അത് CPIഎമ്മിൻ്റെതാണ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം ചില തെളിവുകൾ, ചില പേരുകൾ സഹിതമാണ് ആ ആരോപണം പുറത്തുവിട്ടിരിക്കുന്നതും. CPIഎമ്മിൻ്റെ സഹയാത്രികനായ ജയൻ എന്നുള്ളൊരാൾ ആണ് ഈ പണവുമായി പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അനിലക്കര വ്യക്തമാക്കുന്നത്. ഒപ്പം PV അൻവർ അതേ ആരോപണം തുടരുന്നുമുണ്ട്. അത് CPIഎമ്മിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്നുള്ളത് അത് PV അൻവറും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. ആരാണ് ജയന് CPIഎം നേതാക്കളുമായുള്ള ബന്ധം എന്താണ് എന്നടക്കം കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അവരുടെ വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരുകയാണ്. അനിലക്കരയുള്ള നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തെ ശക്തമായി തന്നെ CPIഎമ്മിനെതിരെയുള്ള ഒരു പ്രചരണായുധമാക്കി തെരഞ്ഞെടുപ്പിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് ചേലക്കര കടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം അതിനെ പ്രതിരോധിക്കാൻ നിലവിൽ ചേലക്കരയിലെ CPIഎം നേതൃത്വം അല്ലെങ്കിൽ തൃശ്ശൂരെ CPIഎം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ ചേർത്ത് വായിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി അശ്വിനി, പാലക്കാട്ട് എത്തിച്ച കള്ളപ്പണത്തിന്റെ ഒരു ഭാഗമാണ് ചേലക്കരയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നത് എന്നാണ് CPIഎമ്മിന്റെ ആരോപണം. ഇപ്പോൾ അനിൽ അക്കര ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നോക്കാം. സംസ്ഥാന അന്വേഷണ ഏജൻസിയും ഒക്കെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം കിട്ടാതെ പ്രതികൾ കിടക്കും. ഈ കേസിനകത്ത് BDJS-ഉമായി ബന്ധപ്പെട്ട് പല ആളുകളുണ്ടാവും. അതൊക്കെ മറ്റ് ഇൻഫർമേഷൻ നിങ്ങളത് അന്വേഷിച്ചോളൂ. ഇവിടെ ചേലക്കരയിലെ SNDP യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റും മുള്ളൂർക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റും വ്യാസ കോളേജിൽ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഡിഗ്രിക്ക് അവിടെ പഠിച്ചിരുന്ന SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയെന്ന KB ജയദാസ് ആണ് SNDPയുടെ ചേലക്കര പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ BDJS-ൽ പ്രസിഡന്റായ BDJS-ൽ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ SNDP-യിൽ ചേലക്കരയിലെ പല ആളുകളുണ്ട്. അതൊന്നും എൻ്റെ രാഷ്ട്രീയമല്ല. എനിക്കറിയാവുന്ന രാഷ്ട്രീയവും എൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷനും അനുസരിച്ച് എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഇത് CPIഎമ്മിൻ്റെ പണമാണ്. CPIഎമ്മിന് വേണ്ടി ചെറുതുരുത്തിയിൽ കൊണ്ടുവന്നിരുന്ന പണമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഏറ്റവും ഡയറക്റ്റായി ഇടപെടുന്നത് MR മുരളിയാണ്. ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഈ കാര്യത്തിലില്ല. ഞാൻ തെളിയിച്ചോളാം. നിങ്ങൾ എന്നാണ്ട് ബേജാറാവുന്നുണ്ട്. ഞാൻ തെളിയിച്ചോളാം. എന്തിനാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അനിലക്കര ചേലക്കരയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കള്ളപ്പണം, അത് ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്ന് പിടികൂടിയ പണം CPIഎമ്മിന് വേണ്ടി എത്തിച്ചതാണ് എന്ന ആരോപണമാണ് അനിലക്കര ഉന്നയിച്ചത്. അശ്വിൻ പാലാഴിയായിരുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ചേലക്കരയിൽ വർഗീയ ലഘുലേഖ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമം എന്നാണ് FIR. BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലായിരുന്നു ലഘുലേഖ പ്രചരിപ്പിച്ചത്. അശ്വിൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ചേലക്കരയിൽ നിന്ന്. അശ്വിൻ, ഇക്കാര്യത്തിൽ എന്താണ് FIR-ൽ പറയുന്നത്? ഇത് BJP ന്യൂനപക്ഷ മോർച്ചയായിരുന്നല്ലോ ഈ ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചത്. അപ്പോൾ കേസിൽ പ്രതിപട്ടികയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ബിജുകുമാർ, ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരം ഈ ഒരു സമൂഹത്തിൽ ഒരു ലഹള ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഈ വർഗീയ ലഘുലേഖ വിതരണം ചെയ്ത സംഭവത്തിൽ ചേലക്കര പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇതിൽ അൺനോൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെയും പ്രതി ചേർത്തിട്ടില്ല. ഇതിൽ ഈ ലഘുലേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ മോർച്ചയുടെ പേരാണ്. ഒപ്പം BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാനാണ് ഇത് അച്ചടിച്ചത് എന്നുള്ള വിവരം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് അവരുടേതാണ്. വിതരണം ചെയ്ത ആളുകളെ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ നോട്ടീസിന്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ അടുത്ത ദിവസങ്ങളിൽ പറ്റിയാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്യാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പ്രതി ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നിലവിൽ ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത്. അതായത് അച്ചടിച്ച് വിതരണം ചെയ്ത നോട്ടീസിന്റെ കോപ്പി മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത്. ഇത് അച്ചടിച്ചത് ന്യൂനപക്ഷ മോർച്ചയാണോ, വിതരണം ചെയ്തത് BJP പ്രവർത്തകരാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ,
തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് FIR-ലെ പരാമർശം. BJP ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലായിരുന്നു ലഘുലേഖ പ്രചരിപ്പിച്ചത്. അതിലാണിപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ചെറുതുരുത്തി സർക്കാർ സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പോലീസ് സുരക്ഷയുടെ ബൂത്തുകളിൽ എത്തിച്ചു. 180 ബൂത്തുകളിലേക്കുള്ള EVM 3 സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. VVPAT മെഷീനുകളുടെ തകരാർ മുന്നിൽ കണ്ട 180 ബൂത്തുകൾക്കായി ആകെ 236 മെഷീനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 8 മണിയോടെ സ്ട്രോങ് റൂമുകൾ തുറന്ന യന്ത്രങ്ങൾ പുറത്തെടുത്തു. ക്രമപ്രകാരം ഓരോ ബൂത്തുകളിലേക്കും യന്ത്രങ്ങളടക്കമുള്ള സാമഗ്രികൾ വേർതിരിച്ചു നൽകി. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായെന്ന തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ. 864 പോളിംഗ് ഓഫീഷ്യൽസാണ് ഈ ചേലക്കര ബൈപ്പോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ 14 മൈക്രോ ഒബ്സർവേഴ്സ് ഉണ്ട്. പിന്നെ 600ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. 150 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് 14 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ടുള്ള അധിക സുരക്ഷയുണ്ട്. കൂടാതെ നമ്മൾ 150 ബൂത്തിലും ലൈവ് വെബ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. GPS ഘടിപ്പിച്ച വാഹനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലേക്ക് എത്തിച്ചത്. ഇതിനു പുറമെ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. 24 ചേലക്കര. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ 1354 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 13 പോളിംഗ് ബൂത്തുകളാണ് സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 7 കേന്ദ്രങ്ങളിലായി സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന പോളിംഗ് സാമഗ്രികൾ പുറത്തെടുത്ത് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളുമാണ് വിതരണം ചെയ്തത്. ഓരോ നിയോജക മണ്ഡലങ്ങൾക്കും വേണ്ടി സജ്ജീകരിച്ച ഡെസ്കുകൾ വഴിയായിരുന്നു വിതരണം. 1354 പോളിംഗ് സ്റ്റേഷനുകളാണ് വയനാട് മണ്ഡലത്തിൽ സജ്ജമാക്കുന്നത്. മാനന്തവാടിയിൽ 173, സുൽത്താൻ ബത്തേരിയിൽ 218, കൽപ്പറ്റയിൽ 187, തിരുവമ്പാടി 181, ഏറനാട് 174, നിലമ്പൂർ 209, വണ്ടൂർ 212 എന്നിങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷനുകൾ. ജില്ലയിൽ 2 ബൂത്തുകളാണ് അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11 പോളിംഗ് ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ പട്ടികയിലുമുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വോട്ട് ചെയ്യുന്നതിനായി മേപ്പാടി ചൂരൽമല പ്രദേശങ്ങളിലായി പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചു. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് ബൂത്തുകളിലെത്താനുള്ള വാഹന സൗകര്യവും ലഭ്യമാക്കും. ബൂത്തുകളിൽ കർശന ഹരിത പെരുമാറ്റച്ചട്ടവും നടപ്പാക്കിയിട്ടുണ്ട്. 14,71,742 വോട്ടർമാരാണ് വയനാട് മണ്ഡലത്തിലുള്ളത്. 24 വയനാട്. ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തെന്ന് CPIM ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഇത് സംബന്ധിച്ച് തെളിവുകളും ജില്ലാ സെക്രട്ടറി ഇന്ന് പുറത്തുവിട്ടു. ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വ്യാപകമായ വ്യാജ വോട്ട് കോൺഗ്രസും BJPയും ചേർത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് വോട്ടാണ് കോൺഗ്രസും BJPയും ചേർത്തിയിട്ടുള്ളത്. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ബൂത്ത് നമ്പർ 177 ഇതിൽ മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത 37 വോട്ടർമാരെയാണ് ചേർത്തിട്ടുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഈ ആരോപണത്തിന്റെ ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ് ശ്രീജിത്ത്? വിജയകുമാർ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബൂത്ത് നമ്പർ 177 തിരിച്ചറിയാനാകാത്ത 37 വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്നാണ് CPIMന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപണമായി ഉന്നയിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിലെ 176 നമ്പർ ബൂത്തിലെ ജയരാമൻ എന്ന ഒരു വോട്ടറുടെ പേര് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ ഏതാണ്ട് 37 ആളുകളുടെ പേര് വിവരങ്ങൾ കൃത്യമായ രീതിയിൽ CPIMന്റെ പക്കലുണ്ട്. 100-ലധികം ഇത്തരത്തിൽ വോട്ടുകൾ പല ബൂത്തുകളിലായി ചേർത്തതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. അവർ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ചില തെളിവുകളും, അതായത് ഈ വോട്ടർ പട്ടികയുടെ ഫോമിന്റെ വോട്ടർ പട്ടികയുടെ ചില മലമ്പുഴയിലെയും അതുപോലെ തന്നെ പാലക്കാട്ടെയും വോട്ടർ പട്ടികയുടെ ഫോമിൽ ഇരുവർക്കും വോട്ടുകളുള്ള തരത്തിലുള്ള ചില തെളിവുകളും അവർ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാലും CPIMന്റെ ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ ഒരു പരാതി ജില്ലാ കളക്ടർക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപാണ് നൽകിയിട്ടുള്ളത്.
പക്ഷേ ആ വിഷയത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ തെളിവുകളോടുകൂടിയാണ് തങ്ങൾ ഈ പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. ഇതൊരു BJP കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണ്. അത് കോൺഗ്രസും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ BJPയും ചേർത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ ഏതാണ്ട് 50,000 അധികം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തതിനു ശേഷമാണ് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാനായത്. അതുപോലെ സമാനമായ രീതിയിൽ തൊട്ടടുത്ത മലമ്പുഴ മണ്ഡലത്തിലെയും കോങ്ങാട് മണ്ഡലത്തിലെയും വോട്ടർമാരെ BJP ഇവിടേക്ക് ചേർത്തിട്ടുണ്ട്. BJP മാത്രമല്ല കോൺഗ്രസും സമാനമായ രീതിയിലുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് എന്നാണ് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും പരാതി ജില്ലാ സെക്രട്ടറി ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ PV അൻവർ MLA നാടകീയ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എത്തി വാർത്താ സമ്മേളനം നിർത്തണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ചട്ടലംഘനമില്ല എന്നായിരുന്നു PV അൻവറിന്റെ വാദം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? ആ ആക്ട് പറയൂ, നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയാ പിണയാളുകളായി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ടെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ല, നിങ്ങളെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ലേ? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അതൊന്ന് വായിക്കൂ, പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നൊന്ന് വായിക്കൂ. PV അൻവർ ചട്ടം ലംഘിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അടിയന്തര നടപടി ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇല്ല, അത് കമ്മീഷൻ തീരുമാനിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, വാർത്താ സമ്മേളനം ഈ സമയത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള നടപടികളുണ്ടാവും. അവർ തീരുമാനിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലുള്ള അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് എത്തുന്നില്ല. ബാക്കി തുടർ നടപടികൾ ഉണ്ടാവും എന്തായാലും. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു ചേലക്കരയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വാർത്താ സമ്മേളനം നിർത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇടയ്ക്ക് വന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ അൻവർ അതിനെ തടസ്സപ്പെടുത്തുന്നു. വാർത്താ സമ്മേളനം തുടരുന്നു. മുകളിലേക്ക് റിപ്പോർട്ട് പോകുന്നു. എന്തായിരിക്കും തുടർ നടപടി? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ ഘട്ടത്തിൽ? ചേലക്കരയിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. പക്ഷേ വെടിക്കെട്ട് പൊട്ടും പോലെയാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായത്. രാവിലെ 10 മണിക്ക് PV അൻവർ MLA ചേലക്കരയിലെ ഒരു ഹോട്ടലിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ സംശയം ഉയർന്നു, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കാമോ ഇല്ലയോ എന്നത്. എങ്കിലും മാധ്യമങ്ങൾ എത്തി, മാധ്യമപ്രവർത്തകരെത്തി, ഫ്രെയിം വെച്ചു. തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനവും ആരംഭിച്ചു. ഇതറിഞ്ഞാണ് പോലീസും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ PV അൻവർ MLAക്ക് നോട്ടീസ് നൽകി. നോട്ടീസ് നൽകിയെങ്കിലും PV അൻവർ MLA അത് കൈപ്പറ്റാനോ ഏതെങ്കിലും തരത്തിൽ അതിനോട് സഹകരിക്കാനോ തയ്യാറായില്ല. എന്തടിസ്ഥാനത്തിലാണ് തനിക്ക് നോട്ടീസ് നൽകുന്നത്? ഏത് ചട്ടമാണ് താൻ ലംഘിച്ചത്? മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചത് വായിക്കൂ തുടങ്ങിയ ചോദ്യങ്ങളാണ് PV അൻവർ ഉന്നയിക്കുകയുണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ചില ചട്ടങ്ങൾ PV അൻവറിനോട് പറയുകയുണ്ടായി. പക്ഷേ അൻവർ തന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ് ചെയ്തത്. പുറത്തിറങ്ങി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഹോട്ടലിന് പുറത്തിറങ്ങി പിന്നെ നിലയുറപ്പിച്ചു. തൊട്ടു പിന്നാലെ പോലീസും എത്തി. അതിനുശേഷം നമ്മൾ സംസാരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഉണ്ടാകും, വാർത്താ സമ്മേളനം നടത്തുന്നതിന് ചട്ടമില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് ഏത് ചട്ടമാണെന്ന് വ്യക്തമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല. നടപടി ഉണ്ടാകും എന്നറിയിച്ചതല്ലാതെ ഇതുവരെയും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം PV അൻവർ പുറത്തിറങ്ങി ഇവിടെ നിന്നും പോവുകയും ചെയ്തു. നിലവിൽ അദ്ദേഹം ചേലക്കരയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇവിടെ നിന്നും പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം മടങ്ങുന്നു, വേണമെങ്കിൽ നിൽക്കാം എന്നുള്ള ഒരു മറുപടി മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. എന്തായാലും അത്യന്തം നാടകീയമായിരുന്നു സംഭവ വികാസങ്ങൾ. എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഒരു പക്ഷേ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാമായിരുന്നു. കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം PV അൻവറിനെതിരെ നേരത്തെ ഒരു കേസ്. ശരി ശ്രീകാന്ത്, എന്തായാലും ചട്ടലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറയുന്നു. എന്താണ് നടപടി ഉണ്ടാവുക എന്നറിയില്ല. PV അൻവർ മണ്ഡലത്തിലുണ്ടായിരുന്നു, അവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷേ തുടർ നടപടി ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. താൻ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് സസ്പെൻഷൻ നേരിട്ട N പ്രശാന്ത് IAS മുതിർന്ന ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചില്ലേ എന്ന ചോദ്യത്തിന് സർക്കാർ നയങ്ങളെ വിമർശിച്ചില്ല എന്നായിരുന്നു മറുപടി. ഭരണഘടനയിലാണ് വിശ്വാസമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ഞാൻ ബോധപൂർവ്വം ഇതുവരെ
ഒരു ചട്ടവും ലംഘിച്ചായിട്ട് എനിക്ക് അറിയത്തില്ല. എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യം പറയാനോ ഒരു സത്യമായിട്ടൊരു കാര്യം സംസാരിക്കാനോ ഇവിടെ എനിക്ക് ഭരണഘടന തരുന്ന അവകാശമുണ്ട് എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിനിങ്ങനെ കോർണർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തന്നെ. ഫാക്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. സോ എനിവേ അത് പോട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് വാറോല കൈപ്പറ്റട്ടെ. വാറോല കൈപ്പറ്റട്ടെ എന്നായിരുന്നു ഉത്തരവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി. AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, വീണ്ടും അദ്ദേഹം പരസ്യ വിമർശനം, ഈ ഉത്തരവിലെ പരാമർശങ്ങൾ, അതുപോലെ അതിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളോട് വീണ്ടും തുടർച്ചയായി പരാമർശം നടത്തുന്നു. അപ്പോൾ ഇത് കൂടുതൽ നടപടി അദ്ദേഹം കൂടുതൽ നടപടിയിലേക്ക് പോകുന്നുണ്ടോ? സാഹചര്യങ്ങൾ, കാര്യങ്ങൾ അതായത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി വാറോല കൈപ്പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശാന്ത് സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഈ സസ്പെൻഷൻ ഉത്തരവ് കൈപ്പറ്റിക്കാണും. ഈ ഉത്തരവ് പരിശോധിച്ച ശേഷം തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം രാവിലെ മാധ്യമപ്രവർത്തകരോട് നമ്മോട് വ്യക്തമാക്കിയത്. ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഭാഷാ പ്രയോഗം നടത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഉന്നയിച്ച ആക്ഷേപങ്ങളെ, സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ പോസ്റ്റുകളെ പ്രശാന്ത് ന്യായീകരിക്കുകയാണ്. അവസാന ഘട്ടത്തിലും ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയുടെ ചില വിധികളുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും പ്രശാന്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില സൂചനകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം വിശദമായ ഓർഡർ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും താൻ ചെയ്ത കാര്യങ്ങളെ പൂർണ്ണമായും അദ്ദേഹം ന്യായീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഏതെങ്കിലും തരത്തിലുള്ള സസ്പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇത് തനിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആദ്യ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ വളരെ പക്വതയോടുകൂടി താൻ കൈകാര്യം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി പ്രശാന്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അദ്ദേഹം ഈ ഉത്തരവ് സ്വീകരിച്ച ശേഷം, ഇത് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണ IAS-നെതിരെ DGPക്ക് പരാതി. മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. കൊല്ലം DCC ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടമാണ് പരാതി നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വയനാട് തലപ്പുഴ തിണ്ടുമ്മലിൽ 5.25 ഏക്കർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡിന്റെ നോട്ടീസ്. രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് 5 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. കൈവശക്കാരെ ഒഴിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ പറഞ്ഞു. BJP വിഷയത്തെ മുതലെടുക്കുകയാണെന്നും ജയരാജൻ ആരോപിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിജയകുമാർ, കഴിഞ്ഞ 24-ാം തീയതി ആണ് ഇവരിൽ പലർക്കും നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് ഇത് എന്ന് കാണിച്ചാണ്, തലപ്പുഴയിൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തുള്ള ഭൂമിയാണിത്. ആ ഭൂമിയിൽ ഉള്ള ആളുകൾക്കാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം, ഈ ഭൂമി ഹയാത്തുൽ ഇസ്ലാം പള്ളിയുടെ കീഴിലുള്ള ഭൂമിയാണ് എന്നുള്ള തരത്തിലാണ് ഈ നോട്ടീസിൽ പ്രതിപാദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ 5.77 ഏക്കർ ഭൂമി 2 സർവേ നമ്പറുകളിലായി 47/1, 45/1 2 സർവേ നമ്പറുകളിലായുള്ള ഭൂമിയാണിത്. ആ ഭൂമിയിലാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വഖഫ് ബോർഡ് ഇവിടുത്തെ ആളുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ 5 കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക്. ഇവിടെ ധാരാളം കെട്ടിടങ്ങളുണ്ട്, അതോടൊപ്പം വീടുകളുണ്ട്, കൃഷിസ്ഥലമുണ്ട്. അങ്ങനത്തെ ഒരു ഭൂമിയാണിത്. ഈ ഭൂമിയിലാണിപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് P ജയരാജൻ ഇവിടേക്ക് എത്തിയിരുന്നു. CPIM ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ P ജയരാജൻ ഇവിടേക്ക് എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. അവർ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെയും അങ്ങനെ കുടിയിറക്കാനുള്ള അത്തരത്തിൽ നടപടിയിലേക്ക് കടക്കുകയില്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ഇവർക്ക് വിശ്വാസമുണ്ട്, അതായത് ആളുകൾക്ക് വിശ്വാസമുണ്ടെന്നും P ജയരാജൻ പറയുകയുണ്ടായി. BJP ഇതിന് മുതലെടുപ്പിന് ശ്രമം നടത്തുകയാണ് എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചു. അതേസമയം ഇവിടേക്ക് MT രമേശും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസും ഇവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേലും ഇവിടേക്ക് എത്തിയിരുന്നു. അവർ പറയുന്നത് ഇതിൽ മുതലെടുപ്പിൻ്റെ പ്രശ്നമല്ല, ഈ ആളുകളെ സംബന്ധിച്ച് ആളുകളുടെ വിഷയമാണ്, അതേക്കുറിച്ചാണ് ആശങ്ക വേണ്ടത്, BJPയെക്കുറിച്ചല്ല ആശങ്ക വേണ്ടത്. ഈ നോട്ടീസ് പിൻവലിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതേസമയം ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായും ഈ
പി ജയരാജൻ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്ന കാര്യം ഒരാളെയും തലപ്പുഴ ഈ മേഖലയിൽ നിന്ന് ഇറക്കി വിടാൻ ബോധപൂർവ്വം ഉദ്ദേശിക്കുന്നില്ല. ഇത് വഖഫ് ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായം പറയാൻ പള്ളി കമ്മിറ്റിക്ക് സാധിക്കില്ല എന്നുള്ളതും പള്ളി കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവരൊക്കെ അത്തരത്തിലുള്ള ആളുകളാണ്. എന്താ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നോട്ടീസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാ ഇവർക്കെല്ലാം കിട്ടുന്നു. ഇതാ തൊട്ടപ്പുറത്തുള്ള പേടിയുണ്ട്. നമ്മളെ സർവേ നമ്പറിൽ പെടുന്ന സ്ഥലമാണെന്നാ പറയുന്നത്. അതാ അത് നോട്ടീസ് കിട്ടിയ ആളുകൾ, നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ച ആളുകൾ, നിങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണോ? ഇത് ഈ കാണുന്ന സ്ഥലം നമ്മളെ പേരിലുള്ള അതിന്റെ ഓണറാണ്. ആശങ്കയുണ്ടോ വെച്ചാൽ ഇവരിപ്പോ 16-ാം തീയതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ ഒരു ആശങ്കയുണ്ട്. നമ്മളിപ്പോ നേരത്തെ ജയരാജ് സാർ പറഞ്ഞ പ്രകാരം ഇപ്പം നമ്മളൊരു എക്സ്റ്റൻഷൻ നോട്ടീസാണ് കൊടുക്കുന്നത്. കുറച്ച് നമുക്ക് സാവകാശം വേണമെന്നുള്ള രീതിക്ക്. ഇപ്പോൾ 16-ാം തീയതി പറയുമ്പോൾ അടുത്തായില്ലേ, അപ്പോൾ നമുക്ക് ഇതൊക്കെ പേപ്പറുകളൊക്കെ എടുത്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സാവകാശം നമുക്ക് ഈ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്നുള്ള രീതിക്ക് നമ്മൾ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അതുകൂടാതെ ലെറ്റർ കിട്ടാത്ത ആളുകളും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം പിന്നെ ഇവർ ഇപ്പോൾ BJP ഒക്കെ പറയുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് 16-ാം തീയതിക്കുള്ളിൽ നമ്മളിത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വഖഫിൻ്റെ ഭൂമിയാക്കപ്പെടും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവരെ അഴിച്ചുവിടുന്നുണ്ട്. അപ്പം അത് പിന്നെ അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം കിട്ടാത്ത ആളുകളും ഉണ്ട്. ഇതേ സർവേ നമ്പറിൽ നമുക്ക് പിന്നെ ലെറ്റർ കിട്ടാത്ത ആളുകളും ഉണ്ട്. എന്തായാലും ഇവർ പറയുന്ന കാര്യം ഈ 16-ാം തീയതിക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നുള്ളതാണ്. മാത്രമല്ല 19-ാം തീയതി വഖഫ് ബോർഡിൻ്റെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. അതാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ച ആ നോട്ടീസിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ഒരു മറുപടി ഇവർ നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ, നിയമ നടപടികൾ എന്താകുമെന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഈ പള്ളി പറയുന്ന കാര്യം, പള്ളി കമ്മിറ്റി ഭാരവാഹികളെല്ലാം പറയുന്ന കാര്യം, ഇതിൽ ഒരാളെയും ഇറക്കിവിടാനുള്ള നടപടി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതാണ് ഇവിടുത്തെ അവസ്ഥ. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. അതേസമയം മുനമ്പം ഭൂസമരം ഇന്ന് 31-ാം ദിവസത്തിലാണ്. വിവിധ ക്രൈസ്തവ സംഘടനകളും ബിഷപ്പുമാരും സമരത്തിന് പിന്തുണയുമായി എത്തി. ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷയോടെയാണ് മുനമ്പം സമരസമിതി കാണുന്നത്. ഈ മാസം 22-നാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേരുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്ന് മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. കേരളത്തിൽ എന്തിനാണ് ഈ മുനമ്പത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഗവൺമെൻറ് കൃത്യമായി പറയും. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞു, കേരളത്തിലെ മുനമ്പത്തെ ജനങ്ങളുടെ ഒപ്പമാണ് ഗവൺമെൻറ്. അവിടെ മത്സ്യത്തൊഴിലാളികളെ ഇറക്കിവിടാൻ ഈ ഗവൺമെൻറ് ഇല്ലല്ലോ. മുനമ്പത്തെ പ്രശ്നം ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് ഹൈക്കോടതി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് വിധി. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്നിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? ഇത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ? ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾക്കിടെയാണ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രധാനമായ ഒരു ഉത്തരവ് വരുന്നത്, വിജയകുമാർ. അതായത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ഭൂമി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഹർജിയിലാണ് ഈ വിധി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്നിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ച് അവിടെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം. പക്ഷേ കോടതി കണ്ടെത്തിയിരിക്കുന്നത് 1999 മുതൽ അവിടെ ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഒരു മുൻകാല പ്രാബല്യത്തോടെ ഇത് കുറ്റകരമായി കാണാൻ സാധിക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട്, മാരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ഇത് കോടതി റദ്ദാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെ പരാതി അനുസരിച്ചായിരുന്നു പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതും. അതായത് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ വഖഫ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചു എന്നുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കെതിരായുള്ള കേസായിരുന്നു. അത് റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കേസുകളിലും ഇത് ബാധകമാകാനുള്ള സാധ്യതയുണ്ട്.
യെസ്, അതായത് ശ്രീകാന്ത് സൂചിപ്പിച്ചതനുസരിച്ച് ഹൈക്കോടതി ഉത്തരവ് വഖഫ് ബോർഡിന് തിരിച്ചടിയാണ്. ആ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല, അത്തരമൊരു ക്ലെയിം നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇവിടെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്ന കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഈ ഉത്തരവുണ്ടായത്. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകി എന്നൊരു പുതിയ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. 10 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയത്. ചാവക്കാട്, മണത്തല, പാലയൂർ, ചക്കങ്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ചോദ്യം ചോദിച്ചതിന് 24 പ്രതിനിധി അലക്സ്റാം മുഹമ്മദിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. കേരള പത്രപ്രവർത്തക യൂണിയൻ ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധത്തിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരായി കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ഉയർത്തുന്നതിനുള്ള പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാവും. അത് ഈ പ്രതിഷേധം ഒരു പൊതുസമൂഹം തന്നെ ഏറ്റെടുക്കണമെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയന് ആവശ്യപ്പെടാനുള്ളത്. സുരേഷ് ഗോപിയുടെ നടപടിയെ മന്ത്രി PA മുഹമ്മദ് റിയാസും UDF കൺവീനർ MM ഹസനും അപലപിച്ചു. മാധ്യമപ്രവർത്തകരോട് എന്നല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോട് പോലും മോശമായി പെരുമാറരുത് എന്ന് കരുതുന്ന ആളാണ് താനെന്ന് ആയിരുന്നു പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ പ്രതികരണം. പത്രക്കാരോടൊന്നല്ല, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പോലും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള നിലപാടുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കുക, വ്യക്തിപരമായിട്ട് അധിക്ഷേപങ്ങൾ ചൊരിയുക എന്നുള്ളത് ഞാൻ ആ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാന്യത പുലർത്തണം എന്നാണ്. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ ശ്രീ സുരേഷ് ഗോപിജി അത്തരത്തിൽ പെരുമാറുന്ന ആളല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറേണ്ടത് ഞാനും പത്രവാർത്തയെ കണ്ട്. എനിക്ക് അദ്ദേഹത്തോട് പേഴ്സണലി വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിയെ അടക്കി നിർത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഉമേഷ്, ഈ വിവാദങ്ങൾ, ഈ പ്രതിഷേധം ഇങ്ങനെ ആളിക്കത്തുമ്പോൾ എന്തെങ്കിലും വിശദീകരണത്തിന് സുരേഷ് ഗോപിയോ അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വമോ തയ്യാറാകുന്നുണ്ടോ? വിജയകുമാർ, ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടന്നിട്ടും BJPയോ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയോ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അല്ല, മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരോട് കൂടും മാന്യമായി പെരുമാറണമെന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ്, പാലക്കാട് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രതികരണം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഇറങ്ങിയത്. KUWJ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റികളാണ് പ്രതിഷേധ സംഗമവും പ്രതിഷേധ റാലികളും സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ GPO ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ച് സംസ്ഥാന സെക്രട്ടറി അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തകർക്കെതിരായ അധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കുക, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്നത്തെ പ്രതിഷേധ പരിപാടികളെല്ലാം. എന്തായാലും ഈ പ്രതിഷേധ പരിപാടികളോടുകൂടി സുരേഷ് ഗോപി തൻ്റെ മാധ്യമപ്രവർത്തകർക്കെതിരായുള്ള ഈ വിമർശനങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ പ്രതിഷേധത്തിൻ്റെ ശക്തിയും പ്രതിഷേധത്തിൻ്റെ രീതിയും മാറ്റുമെന്നുള്ള മുന്നറിയിപ്പും KUWJ സംസ്ഥാന ഘടകം നൽകുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു. MM ഹസൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും സുരേഷ് ഗോപി ഈ ചോദ്യങ്ങളോട് അസഹിഷ്ണുത പാലിക്കണമെന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് സുരേഷ് ഗോപിയുടെ ഈ അലക്സ്റാം മുഹമ്മദിനെതിരെയുള്ള ഭീഷണിയെ അപലപിച്ചു. നിലയ്ക്ക് നിർത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസും സുരേഷ് ഗോപിയുടെ ഈ ഭീഷണിപ്പെടുത്തലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. വിജയകുമാർ. യെസ്, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. സ്ഥലം മാറ്റ പട്ടികയിൽ ഇടം പിടിച്ച് കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിലെ പ്രതി അഖിൽ C വർഗീസ്. തദ്ദേശ ജോയിന്റ് ഡയറക്ടർ പുറത്തിറക്കിയ പട്ടികയിലാണ് അഖിൽ C വർഗീസ് ഉൾപ്പെട്ടത്. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് 6 മാസത്തേക്ക് അഖിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഈ പ്രതിക്ക് സ്വാധീനമുണ്ട് എന്നത് നേരത്തെയും ആരോപണമായി ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്നതാണോ ഈ പുതിയ വിവരങ്ങൾ?
വിജയകുമാർ, അങ്ങനെ ഒരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നടപടിക്ക് വിധേയനായി സസ്പെൻഷനിൽ കഴിയുന്ന ഒരാളുടെ അപേക്ഷ പരിഗണിച്ച് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ ഓർഡറിൽ അദ്ദേഹത്തിൻ്റെ പേര് വരിക എന്നുള്ളത് തന്നെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. ഈ LSTD വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ട് വന്ന ഒരു പേര് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അത് റദ്ദാക്കുമെന്നുള്ളൊരു വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഉത്തരവ് പ്രകാരം ജില്ലയിൽ നടക്കുന്ന ക്ലർക്കുമാരുടെ ട്രാൻസ്ഫർ ഓർഡറിലാണ് ഈ അഖിൽ സി വർഗീസ് എന്ന് പറയുന്ന ക്ലർക്കിൻ്റെ പേര് വന്നിരിക്കുന്നത്. അദ്ദേഹം വൈക്കം നഗരസഭയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ കോട്ടയം നഗരസഭയിലെത്തി ഒരു 7 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിട്ട് മുങ്ങുന്നത്. മൊത്തം 2.5 കോടിയോളം രൂപയാണ് ഇത് തട്ടിപ്പ് നടത്തിയത്. അങ്ങനെ ഈ തട്ടിപ്പിന് വിധേയനായി ഒളിവിൽ കഴിയുന്ന വ്യക്തിക്കാണ് വൈക്കം നഗരസഭയിൽ നിന്നും ചങ്ങനാശ്ശേരി നഗരസഭയിലേക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡറിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കും. ഏത് സാഹചര്യത്തിലാണ് പേര് വന്നത് എന്നതടക്കം പരിശോധിക്കുമെന്നാണ് വകുപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് സ്വാഭാവികമായിട്ട് ഈ അപേക്ഷ തന്നവരുടെ ലിസ്റ്റ് പരിഗണിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയുള്ള ലിസ്റ്റ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് LSTD വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വിജയകുമാർ, യാദൃശ്ചികമായി പട്ടികയിൽ അപേക്ഷകന്റെ പേര് പട്ടികയിൽ വന്നു എന്നതിനപ്പുറം അതിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ആ പേര് ഒഴിവാക്കുമെന്നും പറയുന്നു. അതല്ല, ഈ പ്രതിയുടെ സ്വാധീനത്തിന്റെ ഫലമാണോ ഈ സ്ഥലം മാറ്റ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് വന്നത് എന്ന സംശയവും ഉയരുന്നുണ്ട്. ടോബി ജോൺസനാണ് വിവരങ്ങൾ നൽകിയത്. സീപ്ലെയിൻ പദ്ധതിക്കെതിരായ ഇടതു തൊഴിലാളി സംഘടനകളുടെയും CPIയുടെയും എതിർപ്പ് തള്ളി CPIM. എല്ലാത്തിനെയും എല്ലാ കാലത്തും എതിർക്കാൻ കഴിയുമോ എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. മീൻപിടുത്തം നടക്കുന്ന ഒരു കായലിലും സീപ്ലെയിൻ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആവർത്തിച്ചു. സീപ്ലെയിൻ പദ്ധതിയുടെ ഭാഗമായ ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കലിന് പിന്നാലെ വിവാദങ്ങളും ഉയരുന്നു. മീൻപിടുത്തം നടക്കുന്ന കായലിൽ പദ്ധതി അനുവദിക്കില്ലെന്ന് ഇടതു തൊഴിലാളി സംഘടനകളായ CITUയും AITUCയും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സീപ്ലെയിൻ ആലപ്പുഴയുടെ അടിയന്തര ആവശ്യമല്ലെന്ന് CPIM നേതാവും CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ PP ചിത്തരഞ്ജൻ. ആലപ്പുഴ മത്സ്യത്തൊഴിലാളിയുടെ കേന്ദ്ര തൊഴിലെടുക്കുന്നിടത്ത് വരാതിരുന്നാൽ മതി. ബാക്കി ആലപ്പുഴ വരുന്നതിന് നമുക്കെതിരെ എതിർക്കുന്നത്. അതെ, അത് വന്നോട്ടെ. അതിനിപ്പോൾ മത്സ്യത്തൊഴിലാളി തൊഴിലെടുക്കുന്ന ഇടങ്ങളെ ഒഴിവാക്കണമെന്നുള്ള ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. മീൻപിടുത്ത മേഖലകളിൽ പദ്ധതി നടപ്പാക്കിയാൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് CPIയുടെ മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടും. അതുകൊണ്ടാണ് മത്സ്യബന്ധന മേഖലയിൽ, കക്കാത്തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിൽ ഇത് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് യാതൊരു മാറ്റവും. എന്നാൽ എതിർപ്പുകളെ തള്ളുകയാണ് CPIM. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റും എല്ലാ കാലത്തും. കായലിൽ സീപ്ലെയിൻ ഇറക്കുമെങ്കിൽ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കായലിൽ കൊടികുത്തി പ്രതിഷേധിച്ചവരാണ് ഇപ്പോൾ സീപ്ലെയിനുമായി വന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ 1/4 കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ ആളുകളാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീപ്ലെയിൻ ഇറക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസം. വൈകി വന്ന വിവേകമെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിന് വിവിധ തൊഴിലാളി സംഘടനകൾ പങ്കെടുക്കുന്ന തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി 20-ന് ആലപ്പുഴയിൽ ചേരും. 24 ആലപ്പുഴ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി. ഇന്ന് വാദം കേൾക്കൽ ആരംഭിച്ചെങ്കിലും തൊണ്ടയ്ക്ക് സുഖമില്ല എന്ന സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തക്കി അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്. കേസിന്റെ അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കൽപ്പാത്തിയിൽ രഥോത്സവം. കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ 5ാം തിരുനാളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഗ്രാമപ്രദക്ഷിണത്തിനിടയ്ക്ക് ദേവതകൾ പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് സംഗമിച്ചു. നാളെയാണ് 1ാം തേരുത്സവം. ഉത്സവനാഥനായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ഋഷഭവാഹനത്തിലും പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ശേഷസയനാലങ്കാരത്തിലുമായിരുന്നു എഴുന്നള്ളിയത്. പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതിയും
ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്തേക്ക് എഴുന്നള്ളിയെത്തിയതോടെ ദേവസംഗമമായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പങ്കുചേരാൻ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളും കൽപ്പാത്തിയിലെത്തിയിരുന്നു. പാലക്കാട്. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.